2018 തമിഴ് പടം പോലുണ്ട്. ഫീൽഡ് ഔട്ടായ സബ്ജക്ട് എന്നാലും നല്ലത് ആവറേജായിട്ടാണ് തോന്നിയത്. മിഥുൻ മാനുവലിന് സ്ക്രിപ്റ്റ് വെച്ച് കൂടെ വർക്ക് ചെയ്യണം തോന്നി. മമ്മൂട്ടി 75 വയസ്സാണെന്നും പറയില്ല, അങ്ങനെ തന്നെ എഴുതുന്നത്. കാർ സ്റ്റാൻഡൊക്കെ പുള്ളി തന്നെ എഴുതുന്നത് നന്നായിട്ടുണ്ട്. വൈശാഖ് ഇത്രയും കാലം ഫാൻസ് വെയിറ്റ് ചെയ്ത ഒരു സ്ഥാനത്തിലാണ്. പൂര റിബോ ജോസിന്റെ ഫുൾ ഇടിയ ക്ലൈമാക്സ് ഫൈറ്റ്. ഒരു 5 കൊല്ലം കൂടുമ്പോ മമ്മൂക്ക ഇങ്ങനെ ഓരോന്ന് തന്നാ മതി ഫാൻസിന്. ഇത് മതി ബ്രഹ്മാണ്ടം. വേറെ ലെവലായിട്ടുണ്ട്. നമ്മൾ ഇതിലെ പ്രതീക്ഷിക്കാത്ത ഐറ്റം മമ്മൂക്കയുടെ ഒരു വെറൈറ്റി ഫൈറ്റ്. കാരണം ഇതുവരെ കാണുന്ന ഒരു ഫൈറ്റാണ്. ഇന്റർവെല്ലിനൊക്കെ ഓക്കെ കണ്ടിരിക്കാം. അതിനുശേഷം പടം വേറെ ലെവലിൽ കയറി പോകും. വേറെ ലെവൽ മരണമാസമായിട്ടില്ല. ക്ലൈമാക്സിന് എന്താണ് ഒരു 10-20 മിനിറ്റ് ഫൈറ്റ് ഉണ്ട്. അഴിഞ്ഞാട്ടം, മമ്മൂക്കയുടെ അഴിഞ്ഞാട്ടം. നല്ല സിനിമ. മമ്മൂട്ടി അടിച്ച് പൊളിച്ചടിക്കുക. 72 വയസ്സുള്ള ഒരു യൂത്തിന്റെ അഴിഞ്ഞാട്ടം. ഒറ്റ പോരാട്ടം. നല്ല സിനിമ പടം. വിഷയം മമ്മൂട്ടി വൺമാൻ ഷോ. വിഷയം പടം. നല്ല കിടിലൻ ട്വിസ്റ്റ്. ലാസ്റ്റത്തേക്ക് സെറ്റ് ക്ലൈമാക്സ്. അതെ സെക്കൻഡ് പാർട്ട് ഇല്ല സെറ്റ് പടം. മമ്മൂട്ടിയുടെ ആ BGM അതെല്ലാം സെറ്റ്. രാജ്ബി ഷെട്ടി എങ്ങനെയുണ്ട്? രാജ്ബി ഷെട്ടി പറയണ്ട വിഷയ ആക്ടിങ്. നമുക്ക് സ്വാഗ് ഉണ്ട്, ബാക്കി ആവറേജ്. സ്റ്റോറിയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. നമുക്ക് ഓരോ സീനും ഊഹിക്കാനൊക്കെ പറ്റും. പക്ഷെ ഇങ്ങനത്തെ ഇതിൽ അതൊന്നും പ്രതീക്ഷിച്ച് വരണ്ട. അല്ലാതെ തന്നെ വെറുതെ കണ്ടിരിക്കാം. എനിക്ക് ആവറേജ് ആയിരുന്നു, കണ്ട് തീരുമാനിക്കും. രാജ്ബി ഷെട്ടി എങ്ങനെയുണ്ട്? കൊള്ളാം, എല്ലാവരും കൊള്ളാം. കുറച്ച് ക്ലീശയായിട്ട് തോന്നുന്നു. സെക്കൻഡ് ഹാഫ് കുഴപ്പമില്ല, നല്ല കൊള്ളാം. വാച്ചബിൾ പടം ക്വാളിറ്റി. ആക്ഷൻ സൂപ്പർ ആയിരുന്നു. പിന്നെ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് എടുത്തിട്ടുണ്ട്. നല്ല രസമായിരുന്നു. കളർഫുൾ ആണ്. സാധാരണ വിശാലിന്റെ പടം വരുമ്പോഴത്തേക്ക് നല്ല കളർഫുൾ ആയി. പ്രത്യേകിച്ച് ആക്ഷൻ ക്ലൈമാക്സ്, പിന്നെ അവസാനം ഒരു ചെറിയ സാധനം കൂടെ. സ്റ്റോറി ലൈൻ കുറച്ച് കുറവാ. സെക്കൻഡ് ഹാഫില് കുറച്ച് ഭീഷ്മ ടൈപ്പ് മാസം ഉണ്ടാക്കാൻ നോക്കി, പക്ഷേ അത്ര അഡിക്വേറ്റ് ആയിട്ട് സ്റ്റോറി എടുത്തില്ല. 6 on 10. ആക്ഷനൊക്കെ എങ്ങനെയുണ്ട്? ആക്ഷൻ കൊള്ളാം. ആക്ഷൻ സീൻസ് കൊള്ളാം. ഫൈനൽ ആക്ഷൻ സീൻ കുറച്ച് ഇലോങ്ങേറ്റ് ചെയ്തു. സീനില്ല, കുഴപ്പമില്ലാത്ത പടം. പക്ഷെ മമ്മൂക്കയുടെ ഒരു സ്വാഗ് ഇതിൽ കാണാനുണ്ടായിരുന്നു. മ്യൂസിക് കൊള്ളായിരുന്നു, അടിപൊളിയായിരുന്നു. ഒരു ലാസ്റ്റ് ഒരു അടിപൊളി ഒരു സംഭവം വരുന്നുണ്ട്. എനിക്ക് പ്രതീക്ഷിക്കാം, നമുക്കൊരു ടർബോ 2 പ്രതീക്ഷിക്കാം. അടിപൊളിയായിട്ട് സൂപ്പർ പടം. ഒരു ലാഭമില്ല. ആദ്യം തൊട്ട് അവസാനം വരെ കിണ്ടിലടി തന്നെ. ആദ്യം തൊട്ട് അവസാനം വരെ ഇടിയുണ്ട്, പക്ഷേ ഇടയ്ക്ക് കുറച്ച് കോമഡി അതൊക്കെ ഉണ്ട്. പുതിയൊരു ഇതൊന്നും പറയാനൊന്നുമില്ല. ഫൈറ്റൊക്കെ സൂപ്പറായിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് സ്കോറും നല്ലതായിട്ടുണ്ട്. നല്ല ക്യാമറ. അടിപൊളി പടം. ഒരു രക്ഷയില്ല. മമ്മൂട്ടിയുടെ ഫൈറ്റ് ആയിരുന്നാലും എല്ലാം ഒരു ലാഗം ഒന്നുമില്ല. ഇത് കുറെ വാരും. ഫസ്റ്റ് ഹാഫ് കുറച്ചും കൂടെ കോമഡി വൈബിൽ കൊണ്ടുപോയി. കുറച്ചൊരു 2 ആക്ഷൻ എങ്ങാണ്ട് ഫസ്റ്റ് ഹാഫിലുള്ളൂ. സെക്കൻഡ് ഹാഫ് ക്ലൈമാക്സിലോട്ട് എത്തുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടെ നല്ലൊരു വൈബ് കിട്ടുന്നത്. അതുവരെ ഒരു നോർമൽ. ഇപ്പോൾ രാജ്ബി ഷെട്ടി ആണെങ്കിലും പുള്ളിയുടെ അടിപൊളി പെർഫോമൻസ് ആണ്. വില്ലൻ അത്രയും സ്ട്രോങ് ആയതുകൊണ്ടാണ് ഈ പടം ഇത്രയും നന്നായിട്ട് വർക്കായെന്ന് എനിക്ക് തോന്നുന്നു. രാജ്ബി ഷെട്ടി, മമ്മൂക്ക എല്ലാവരും നല്ല പക്ക മാസ്. ഫൈറ്റ് സീക്വൻസ് ഒക്കെ കുറെ നാളിന് ശേഷമാണ് പുള്ളിക്കാർ ഇങ്ങനെ ഒരു ഫൈറ്റ് സീക്വൻസ്. ഒരുപാട് പഴയ ഒരു അത്യായ വേഷത്തിന്റെ ആ ഒരു പഴയൊരു വൈബ് ഉണ്ട് പടത്തിൽ. എന്താണ് ഇഷ്ടപ്പെട്ട? എന്താണ് പടത്തിന്? ആക്ഷൻസ് ഒക്കെ രീതിക്ക് എടുത്തിട്ടുണ്ട്. മമ്മൂക്കയുടെ ഒരു കിണ്ടിലടി തന്നെയാണ് പടം. എങ്ങനെ പറയാം, കൊള്ളാം. എങ്ങനെയുണ്ട്? സ്റ്റോറിയൊക്കെ എങ്ങനെയുണ്ട്? ഒരു മാസം പടം എന്ന് പറയുമ്പോൾ സ്റ്റോറി എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് പുതിയതായിട്ടൊന്നുമില്ല കണ്ടുവരുന്ന സ്റ്റോറിയൊക്കെ, പക്ഷെ പടം നല്ലോണം മേക്ക് ചെയ്തു. രാജ്ബി ഷെട്ടി എങ്ങനെ ഉണ്ടായിരുന്നു മലയാളത്തിൽ? കൊള്ളാം. ആദ്യം തൊട്ട് അവസാനം വരെ ഇടി തന്നെ പടം. ഫുള്ള് പാക്ഡ് മൂവി. ആ ഒരു ആക്ഷൻ സീനൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? മമ്മൂട്ടി ആക്ഷൻ സീനും ബാക്ക്ഗ്രൗണ്ട് സ്കോറും എല്ലാം നൈസായിരുന്നു.